തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി. സമൂഹമാധ്യമത്തിൽ തുറന്നെഴുതി ന്യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ. ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മാറ്റേണ്ടി വരുന്നുവെന്നും ഡോക്ടർമാർ സമ്മർദ്ദത്തിലെന്നും കുറിപ്പ്. രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചു മടുത്തുവെന്നും വകുപ്പ് മേധാവി. വകുപ്പ് മേധാവിയുടെ വിമർശന പോസ്റ്റിന് പിന്നാലെ വിശദീകരണവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. ആശുപത്രിയിൽ ഉപകരണങ്ങളുടെ കുറവില്ല. വകുപ്പ് മേധാവിയുടേത് വൈകാരികമായ പ്രതികരണം മാത്രമെന്നും DME. ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കുമെന്നും വിശ്വനാഥൻ പറഞ്ഞു. ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. HOD നേരിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കും പാടില്ല. അത് തികച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അറിവിൽ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കേണ്ട കാര്യം തന്നെയാണ്. അല്ല, നമ്മളത് വില കൂടിയ സാധനമായതുകൊണ്ട് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറില്ല. ആവശ്യമനുസരിച്ച് HOD തരുന്ന റിക്വസ്റ്റ് അനുസരിച്ചാണ് വാങ്ങിക്കുന്നത്. HODമാർ അവർ കൃത്യമായിട്ട് എത്ര വേണമെന്നുള്ളത് തരും, അതനുസരിച്ച് പർച്ചേസ് ചെയ്യും. വിവരങ്ങളുമായി മീര മനോഹരനും ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ആദ്യം മീരയിലേക്കാണ്. മീര, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം ന്യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നത്. എന്നാൽ അക്കാര്യങ്ങൾ തള്ളുകയാണ് ചെയ്യുന്നത് ആശുപത്രി അധികൃതർ എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത്? സ്വാതി, ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കൽ ഇട്ടത്. പ്രധാനമായും ഈ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ നടത്താൻ ആവശ്യമായ ഉപകരണങ്ങളില്ല, അതുകാരണം ശസ്ത്രക്രിയകൾ മാറ്റിവയ്ക്കേണ്ടി വരുന്നു എന്നുള്ള തരത്തിലുള്ള ഗുരുതരമായ ആരോപണം തന്നെയായിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥരെയും മേധാവികളെയും നിരന്തരം അറിയിച്ചിട്ടും അതിൽ ഫലമുണ്ടായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ അല്പം സമയം മുമ്പ് ആ പോസ്റ്റ് പിൻവലിക്കുകയുണ്ടായി. എന്തായാലും ഈ മേധാവിയുടെ ഈ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളുന്നതാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. വകുപ്പ് മേധാവിയുടേത് വൈകാരികമായിട്ടുള്ള പ്രതികരണമാണെന്നും വേറൊരു മേധാവി ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുമാണ് പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയില്ല, ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിസന്ധി ഇല്ല. ഇന്നലെ 4 ശസ്ത്രക്രിയകളാണ് നടക്കാനിരുന്നത്. ഒന്ന് മാത്രമാണ് മാറ്റിവെച്ചത്. അത് ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ടുള്ള കാരണം തന്നെയാണ്. പക്ഷേ ഈ വകുപ്പ് മേധാവികളുടെ നിർദ്ദേശപ്രകാരം അവർ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങുക. യൂറോളജി വിഭാഗത്തിൽ മാത്രമായി തന്നെ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ തന്നെ കോടികളുടെ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിശദീകരണമാണ് DMEയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. എന്തായാലും അല്പം മുമ്പ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഈ യൂറോളജി വകുപ്പ് മേധാവി തന്നെ ഉടൻ രംഗത്ത് എത്തിയിട്ടുണ്ട്. താൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പോസ്റ്റ് പിൻവലിക്കുന്നു, പക്ഷേ പരിമിതികളാണ് എനിക്ക് ചുറ്റും. ഞാൻ തെറ്റുകാരനല്ല. വകുപ്പ് മേധാവി ആയതിനു ശേഷം ഒരുപാട് ആൾക്കാരെ സാറേ എന്ന് വിളിക്കേണ്ടി വന്നു, ഒരുപാട് മേശകളുടെ മുന്നിൽ കോച്ചാനിച്ച് നിൽക്കേണ്ടി വന്നു എന്ന തരത്തിലുള്ള